അധ്യായം 23. അനന്തരം ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലെയാമും ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലെയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പക്ഷെ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും. അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കും എന്ന് പറഞ്ഞു. കുന്നിന്മേൽ കയറി. ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി ബിലെയാം അവനോട്, ഞാൻ 7 പീഠമൊരുക്കി ഓരോ പീഠത്തിന്മേൽ 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ഒരു വചനം ബിലെയാമിന്റെ നാവിന്മേലാക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണം എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബ്യ പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്കു ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബിലെയാമിനോട്, നീ എന്നോട് ഈ ചെയ്തതെന്ത്? എന്റെ ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്. നീയോ അവരെ അനുഗ്രഹിക്കത്രേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, യഹോവ എന്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടായോ എന്നുത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തുനിന്ന് കാണേണ്ടതിന് എന്നോടുകൂടെ വരിക. എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല. അവിടെ നിന്ന് അവരെ ശപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾപ്പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി. 7 യാഗപീഠം പണിത് ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലെയാമിന് പ്രത്യക്ഷനായി അവന്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിന്റെ പുത്ര എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാൺമാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്നേ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കുകയില്ല. അപ്പോൾ ബാലാക്ക് ബിലെയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്നുത്തരം പറഞ്ഞു. ബാലാക്ക് ബിലെയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലെയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു.